ഹാർപ്പിക്കേ ആരിഫേ, 1-ാം ക്ലാസ്സിലെ കുട്ടികൾ വെള്ളം പോലെ പറയും. വെള്ളം പോലെ ഞങ്ങളെ മദ്രസയിൽ പഠിക്കുന്ന 1-ാം ക്ലാസ്സിലെ കുട്ടികൾ കൃത്യമായിട്ട് പറയും ടോയ്ലറ്റിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന. അതുപോലും തെറ്റുകൂടാതെ പറയാൻ കഴിയാത്ത നീയാണോ ഖുർആൻ പറയുന്നത്, ഹദീസ് പറയുന്നത്, ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്നത്? എങ്ങനെയാ ഖുർആൻ പറയാ ടോയ്ലറ്റിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന? 1-ാം ക്ലാസ്സിലെ കുട്ടിയുടെ അറിവ് പോലുമില്ല, 10 പൈസൻ്റെ ഒരു അറിവില്ല. അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം വർഷങ്ങളായി ഈ പണിയെടുക്കുന്നു. ഒരാൾ ആരിഫിൻ്റെ ട്രാക്കിലേക്ക് വന്നതായിട്ട് ഒരാളെന്ന് കാണിച്ചു തരാൻ പറ്റും? ഒറ്റ ആളെ കാണിച്ചു തന്നാൽ മതി. ഇല്ലാന്നേ. കാരണം ആളുകൾക്കറിയാം 10 പൈസൻ്റെ അറിവ് അടുത്തുകൂടെ പോയിട്ടില്ല. ഇനി ഇയാൾ ടോയ്ലറ്റിൽ കയറുമ്പോൾ പ്രാർത്ഥന പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിസി. കണ്ടോ? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിസി. മിനൽ ഖുബതി വൽ ഖബായിസി. 1-ാം ക്ലാസ്സിലെ കുട്ടി ഇത് കേട്ടാൽ നാണിച്ച് തലതാഴ്ത്തി പോകും. മനസ്സിലായില്ലേ? ഇത്രയും വലിയ ഇസ്ലാമിനെ കുറിച്ചും അതേപോലെ ഖുർആനും ഹദീസൊക്കെ പച്ച നുണയാണെന്ന് പറഞ്ഞിട്ട് വീരവാദം മുഴക്കുന്ന ആള് ഈ പ്രാർത്ഥന പറയുന്നത് കേട്ടാൽ ചെറിയ കുട്ടി ഓടിയെടുത്ത് പുല്ല് മുളക്കില്ല. മനസ്സിലായില്ലേ? എൻ്റെ ആർപ്പിക്കേ, എൻ്റെ ആരിഫേ, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി, 3 പുള്ളിയുള്ള സാ. മനസ്സിലായോ? മിനൽ ഖുബൂസി. ഖബീസ് എന്ന് പറഞ്ഞാൽ ആൺപിശാച്ച്, അതിൻ്റെ ബഹുവചനമാണ് ഖുബുസ്, ആൺപിശാച്ചുക്കളിൽ നിന്ന്. അതുപോലെ വൽ ഖബായിസി, ഖബീസത്ത്, പെൺപിശാച്ച്, അതിൻ്റെ ബഹുവചനമാണ് ഖബായിസ്. ആൺപിശാച്ചുക്കളിൽ നിന്നും പെൺപിശാച്ചുക്കളിൽ നിന്നും പടച്ചവനെ നിന്നോട് ഞാൻ കാവല് തേടുന്നു. ഖുബുത്തി എന്നല്ല, ഖുബുസി എന്നാണ്. അത് ആദ്യം പഠിച്ചു വാ, എന്നിട്ട് ബാക്കി പറയാം.